മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ ഒരുങ്ങി ഡൊണാൾഡ് ട്രംപ്. രാഷ്ട്രീയാഭയം തേടിയെത്തുന്നവരുടെ ഗ്രീൻ കാർഡ് ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. വൈറ്റ് ഹൌസിനടുത്ത അഫ്ഗാൻ പൗരന്റെ ആക്രമണത്തിൽ ഒരു നാഷണൽ ഗാർഡ് കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് ഗുരുതര പരുക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ട്രംപിന്റെ നീക്കം. അഫ്ഗാനിസ്ഥാൻ പാസ്പോർട്ട് ഉള്ളവർക്ക് അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം തടഞ്ഞതായും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. ഐസൻ, ഈ വാർത്തയുടെ വിവരങ്ങൾ കൂടി. അശ്വതി, ഇക്കാര്യത്തിൽ ഒരു നിലപാട് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഈ ഇത്തരം കുടിയേറ്റങ്ങൾ, അഫ്ഗാനിസ്ഥാനിലുള്ള കുടിയേറ്റങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇന്നലെ തന്നെ ഉത്തരവ് പുറപ്പെടുവിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ പാസ്പോർട്ട് ഉള്ളവരെ ഇനി അമേരിക്കയിലേക്ക് വിസ നൽകുന്നത് കൃത്യമായ നിരീക്ഷണങ്ങൾക്ക് ശേഷം മാത്രം മതി, ഒരു പരിധി വരെ നൽകേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണ് അമേരിക്ക ഉള്ളത്. മറ്റൊരു പ്രധാന ഘടകം മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റങ്ങൾ. അതായത് മൂന്നാം ലോക രാജ്യങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ചില 19ഓളം രാജ്യങ്ങൾ ഇത്തരത്തിൽ അപകടകരമായ സ്വഭാവമുള്ള രാജ്യങ്ങൾ എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്ക. ആ രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാവരുടെയും ബാക്കി മറ്റു ചില രാജ്യങ്ങൾ കൂടി പരിഗണനയിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ കുടിയേറ്റം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുള്ള നടപടികളാണ് ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് വിഭാഗം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ ഈ സാഹചര്യം ഉണ്ടാകുന്നത് ഇക്കഴിഞ്ഞ ദിവസം ബുധനാഴ്ച അഫ്ഗാനിസ്ഥാൻ പൗരൻ വൈറ്റ് ഹൌസിന് സമീപം നടത്തിയ വെടിവെപ്പിൽ ഗുരുതരമായി രണ്ട് നാഷണൽ ഗാർഡുകൾക്ക് പരിക്കേൽക്കുകയും അതിലൊരു വനിതാ നാഷണൽ ഗാർഡ് കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അതായത് അതിന് പിറ്റേ ദിവസം ആശുപത്രിയിലാണ് കൊല്ലപ്പെട്ടത്. അത്തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മറ്റൊരാൾ മറ്റൊരു സൈനികൻ ചികിത്സയിലുമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് അമേരിക്കയിൽ 2021 മുതൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അമേരിക്കയുടെ സേനാ പിന്മാറ്റത്തിന് ശേഷമുള്ള കുടിയേറ്റങ്ങളും അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിൽ നിന്നുള്ള അപകടകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നവരുടെ കുടിയേറ്റങ്ങളും നിയന്ത്രിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഈ നീക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പൂർണ്ണമായും മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം അവസാനിപ്പിക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുന്നു എന്ന നിലപാടിലേക്ക് അമേരിക്ക ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അശ്വതി, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.